ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സന്ധ്യാസമയം ആയിട്ടുണ്ടല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണ്. അപ്പൊ ആ ഒരു വൈബിൽ കേൾക്കാൻ പറ്റിയ ഒരു കഥയായാലും, ഒരു ചേച്ചിയും അനിയത്തിയും അറിയാതെ വഴിതെറ്റി ഒരു കാട്ടിലേക്ക് വരികയാണ്. അവരുടെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ കുതിരയായിരുന്നു. എന്നാൽ കടുത്ത മഞ്ഞിൽ ആ ഒരു കുതിരയും അവർക്ക് നഷ്ടമാകുന്നുണ്ട്. അങ്ങനെ വഴിതെറ്റി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഈ രണ്ട് പെൺകുട്ടികളും നേരെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ വലിയ മതിൽക്കെട്ടുകൾ കാണുകയാണ്. ആ മതിലിന്റെ പുറത്തായിട്ട് ഒരുപാട് കുരിശുകൾ നാട്ടി വെച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇതിനുള്ളിലേക്ക് ആരും കയറാതിരിക്കാനായിട്ട് വളരെ കോർത്ത കമ്പുകളും അതിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അതിൽ നിറയെ രക്തങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ കാട്, എന്താണ് ഇവിടുത്തെ അപകടം, ഇതൊന്നും അറിയാതെ ഇവിടെ വന്നുപെട്ട ഈ രണ്ട് പെൺകുട്ടികൾ, ഇവർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ കഥയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, ഞാൻ പറഞ്ഞല്ലോ സന്ധ്യാസമയമായി, ഈ ഒരു നേരത്ത് കേൾക്കാൻ പറ്റിയ ഒരു വൈബ് മൂവിയാണിത്. ഇതിൽ ഒരുപാട് വലിയൊരു കഥയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം, ചുമ്മാ ഒരു രസത്തിന് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു കിടിലൻ സ്റ്റോറി തന്നെയാണ്. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോകല്ലേ, കഥയുടെ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തില് ഒരു ചേച്ചിയും അനിയത്തിയും എന്തിനാണെന്ന് അറിയില്ല അടഞ്ഞു കിടക്കുന്ന ഒരു കാടിനുള്ളിലേക്ക് ഒരു കുതിരപ്പുറത്ത് കയറി രണ്ടുപേരും പോവുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് പല ഭാഗങ്ങളും ഐസ് കട്ടകളും മഞ്ഞും ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുതിരയ്ക്ക് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ കുതിര അത് നടക്കാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കുതിര വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്തായാലും പിന്നീട് ഈ രണ്ട് സഹോദരിമാരും അവർ ആ ഒരു കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അതിനെയും വലിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു കാട്ടിലൂടെ നടക്കാൻ ആരംഭിക്കുകയാണ്. കുറച്ചധികം ദൂരം തന്നെ ഇവർ നടന്നു കഴിഞ്ഞു. അങ്ങനെ നടക്കുന്ന സമയത്ത് കാടിന്റെ പല ഭാഗത്തായിട്ട് ചില കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ട്. അതായത് തൂക്കിയിട്ട വ്യത്യസ്തമായ രീതിയിലുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ. അത് നിർമ്മിച്ചിട്ടുള്ളത് മാൻകൊമ്പ് കൊണ്ടും അതുപോലെ തന്നെ കാട്ടിലെ ചില വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ രണ്ട് പെൺകുട്ടികളല്ലേ, എന്തായാലും അവരുടെ ഉള്ളിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരു പേടി വരികയാണ്. എന്നാൽ അതിനെയും താണ്ടി ഇവർ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് മറ്റൊരു കാര്യം കൂടെ കണ്ട് രണ്ടുപേരും ഞെട്ടുകയാണ്. ആരോ താമസിച്ച ഒരു പഴയ ടെന്റ് അത് ഭാഗികമായിട്ട് പൊളിഞ്ഞെടുക്കുകയാണ്. അതിന്റെ ഒരു ഭാഗത്തായിട്ട് നിറയെ രക്തം. ഇതുകൂടി ആയപ്പോ ഇവർ രണ്ടുപേരും പേടിച്ചുപോയി. അതേ നേരം തന്നെ അവിടെ നിൽക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കാണാണ്. വല്ല മന്ത്രവാദി ആയിരിക്കുമോ? ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ആ സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത്? ഇവിടെ നിൽക്കാൻ പാടില്ല, ആപത്താണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. ഇത് പറഞ്ഞ് രണ്ടുപേർക്കും വേണ്ടി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാല, അതൊരു രക്ഷയായിരിക്കണം, അത് അവർക്ക് കൊടുക്കുകയാണ്. പിന്നീട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അവരുടെ ഭാവി കാലം അത് പറയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ കുതിര എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതിനെന്തോ ഒരു കാര്യം ഇഷ്ടമായില്ല. പെട്ടെന്ന് ആ ഒരു കുതിര അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികളും അയ്യോ കുതിര പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ ഓടുകയാണ്. എന്നാൽ കുതിരയുടെ പിന്നാലെ ഓടിയാൽ ഈ രണ്ട് പെൺകുട്ടികൾക്ക് ഓടി എത്താൻ പറ്റുമോ? ഇല്ല. കാട്ടിലെ ഏതോ ഒരു സ്ഥലത്തേക്ക് അത് ഓടി മറിഞ്ഞു പോവാണ് കേട്ടോ. രണ്ട് പെൺകുട്ടികളും ആകെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. അയ്യോ ദൈവമേ, ഇനി ഈ കാട്ടിൽ വെച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യും? നടന്നു പോവല്ലാതെ വേറൊരു രക്ഷയില്ല. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളുടെ കാൽ എന്തോ ഒന്നിൽ കുടുങ്ങി പോവാണ്. നോക്കുമ്പോൾ അത് മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി വെച്ച ഒരു ട്രാപ്പായിരുന്നു. ആ ട്രാപ്പിൽ കാല് കുടുങ്ങിയിരിക്കുന്നത് അനിയത്തിയായിട്ടുള്ള സ്റ്റെഫിയുടെ കാലാണ്. ചേച്ചിയായിട്ടുള്ള മരിയ പല തവണ അതിൽ നിന്നും അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവൾക്കത് തുറക്കാൻ കഴിയുന്നില്ല. ആകെ പേടിച്ചു പോയ മരിയ, ഞാൻ നോക്കട്ടെ, അവർ മന്ത്രവാദിയെ കാണുകയാണെങ്കിൽ അവരെ കൂട്ടി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് വേഗം ആ ഒരു ടെന്റിന്റെ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആ ഒരു സ്ത്രീയെ കാണാനില്ല. അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. സൂക്ഷിച്ചു കേട്ടപ്പോൾ അതെന്താണെന്ന് മരിയയ്ക്ക് മനസ്സിലായി. അതൊരു ചെന്നായുടെ കരച്ചിലാണ്. അയ്യോ, സ്റ്റെഫി അവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ട് മരിയ അങ്ങോട്ടേക്ക് വേഗം തന്നെ ഓടി പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ സ്റ്റെഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ കാല് കുടുങ്ങി എഴുന്നേൽക്കാൻ പോലും പറ്റാതെ നിൽക്കുകയുള്ളൂ. അവളുടെ തൊട്ട് മുന്നിൽ തന്നെ അവളെ കടിച്ചു കീറാൻ പാകത്തിൽ ഒരു ചെന്നായി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനെ കണ്ട് അവൾ ഭയന്ന് വിറച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ആള് വരുന്നുണ്ട്. കണ്ടാലറിയാം ആ ആള് അതൊരു വേട്ടക്കാരനാണ്. ഇയാൾ വേഗം തന്നെ വന്ന് ആ ഒരു ചെന്നായി അവിടുന്ന് ഓടിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മരിയ വരുന്നത്. കയ്യിൽ ആയുധങ്ങളുമായിട്ട് സ്റ്റെഫിയുടെ അടുത്തേക്ക്, അനിയത്തിയുടെ അടുത്തേക്ക് പോകുന്ന ഈ ആളെ കണ്ടപ്പോൾ മരിയ ആകെ പേടിച്ചുപോയി. ഇയാളെ പിന്നിൽ നിന്നും ആക്രമിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ അനിയത്തിയെ തൊടാൻ ഞാൻ സമ്മതിക്കില്ലാടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ആളെന്ത് ചെയ്തത്, പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന മരിയയുടെ ദേഹത്തേക്ക് ഒരു എന്താ പറയാ, എന്തോ ഒരു സ്ലിം ഷോട്ട് അങ്ങനെ എന്തോന്ന് ഒരൊറ്റ ഏറാണ്. അത് അവളുടെ വായിൽ കുരുങ്ങി അവൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം ഈ വേട്ടക്കാരൻ വേഗം പോയിട്ട് സ്റ്റെഫിയുടെ കാലിൽ നിന്നും ആ ഒരു ട്രാപ്പ് അത് ഊരിക്കൊടുത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മുറിയിൽ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഈ വേട്ടക്കാരൻ നല്ലൊരാളാണ്. ഇത് കണ്ടപ്പോൾ മരിയയ്ക്കും ആശ്വാസമായി കേട്ടോ. അതുപോലെ മരിയയുടെ മുഖത്തും കുടുക്കി വെച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ വേട്ടക്കാരൻ ഊരി കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ചെന്നായ, അത് ഈ വേട്ടക്കാരന്റെ തന്നെ മൃഗം തോന്നുന്നു, വളർത്തുമൃഗം. എന്തായാലും അതിനെയും കൂട്ടി ഇയാൾ കാട്ടിലേക്ക് പോകുന്നു. മരിയയുടെ സ്റ്റെഫിയോടും ഇയാളുടെ കൂടെ വരാൻ വേണ്ടി പറയാണ്. ഇതല്ലാതെ വേറൊരു വഴി അവർക്കില്ല കേട്ടോ. കാരണം അറിയാത്ത സ്ഥലമാണ്. വഴി തെറ്റി കൂടുതൽ അപകടത്തിൽ പെടുന്നതിനേക്കാൾ നല്ലത് ഈ വേട്ടക്കാരന്റെ കൂടെ പോകുന്നതാണ്. അങ്ങനെ മരിയ ഇപ്പോൾ സ്റ്റെഫിയെ താങ്ങി പിടിച്ച് ഇവർ രണ്ടുപേരും വേട്ടക്കാരന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. കുറച്ചു ദൂരം നടന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മരിയ അതുപോലെ തന്നെ സ്റ്റെഫി ഒരു വലിയ കാര്യം കാണുകയാണ്. അതായത് മരം കൊണ്ടുണ്ടാക്കിയ കാട്ടിലെ വലിയൊരു മതില്. ആ മതിലിന്റെ ഉള്ളിലായിട്ട് താമസിക്കുന്ന കുറച്ചധികം ആൾക്കാർ. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ
നിരീക്ഷിക്കാനായിട്ടുള്ള വാച്ചേഴ്സും ഉണ്ട്. എന്തായാലും ആ വലിയ മതിൽക്കെട്ടിന്റെ ഗേറ്റിനടുത്തേക്ക് ഇവരെത്തുകയാണ്. എന്നാൽ അവിടെ ചില കാര്യങ്ങൾ ഇവർ കാണുന്നുണ്ട്. ഒരു കുരിശിന്റെ സിമ്പൽ, ഒന്നല്ല ഒന്നിലധികം കുരിശുകൾ അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഈ മതിലിന്റെ താഴ്ഭാഗത്തായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരുപാടധികം കമ്പുകൾ, ആ കമ്പുകളിൽ നിറയെ രക്തവും ഇവര് കാണുന്നുണ്ട്. അതിന് പുറമെ ഈ മതിലുകൾ ഉണ്ടല്ലോ, ഇതിൽ നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള വലിയ വലിയ പാടുകൾ. ഇത് കണ്ടതോട് കൂടിയിട്ട് മരിയയ്ക്കും സ്റ്റെഫിക്കും ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് കാര്യമായിട്ട് ഈ മതിൽ ആക്രമിച്ച് ഇതിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കണ്ട് രണ്ടുപേരും നന്നായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ വന്ന് ഈ വേട്ടക്കാരൻ വാതിൽ മുട്ടുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ആ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. പാവം സ്റ്റെഫിയുടെ കാലില് നല്ല മുറിവുണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് നടക്കാൻ കഴിയുന്നില്ല. മരിയാണ് അവളെ താങ്ങി പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത്. അവരുടെ കൂടെ തന്നെ അവർക്ക് വാതിൽ തുറന്നു കൊടുത്ത ആ ഒരു തൊപ്പിക്കാരനുണ്ട് കേട്ടോ. എന്തായാലും അതിനുള്ളിലൂടെ നടക്കുന്ന സമയത്ത് മരിയും സ്റ്റെഫിയും ചുറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഒരുപാട് ശവക്കല്ലറകൾ അവർക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനരികിൽ നിൽക്കുന്ന ഒരു പ്രീസ്റ്റിനെയും അവർ കാണുന്നുണ്ട്, അതായത് ഒരു പുരോഹിതൻ. പെട്ടെന്ന് ഇവരുടെ അരികിലേക്ക് ജെയിംസ് എന്ന പേരിൽ ഒരാൾ വരുന്നുണ്ട്. ആൾ അല്പം കോപക്കാരനാണ്. ഇയാൾ വന്നിട്ട് ആ ഒരു തൊപ്പിക്കാരനോട് പറയുന്നുണ്ട്, നീ ആരോട് ചോദിച്ചിട്ടാടാ ഇവർ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? പുറത്തുനിന്നുള്ള ഒരാളെ പോലും ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഒരു നിയമമല്ലേ? അവൻ ആകെ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അയാളെ കണ്ടാൽ അറിയാം ഈ ഒരു കൂട്ടത്തിന്റെ ലീഡറാണ് ആ ഒരു മനുഷ്യൻ. അപ്പൊ ആ ഒരു ലീഡർ വന്ന പാട് തന്നെ നമ്മുടെ മരിയോട് സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആ സമയത്ത് മരിയ സ്റ്റെഫിയുടെ കാലിൽ മുറിവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ ലീഡർ പറയണു, ഓ അപകടം പറ്റി ഇങ്ങോട്ടേക്ക് വന്നാണല്ലേ, പേടിക്കണ്ട കേട്ടോ. അദ്ദേഹത്തെ മുറിവും കാര്യങ്ങളൊക്കെ മാറുന്നത് വരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, അതിനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി തരാന്ന് പറയണം. അധികം വൈകാതെ തന്നെ ഇവരുടെ ടീമിലെ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ വന്നിട്ട് സ്റ്റെഫിയുടെ കാലിലെ മുറിവും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, അതിന് മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ലീഡർ വന്നിട്ട് പറയാണ്, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വിരുന്ന് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ആ ഒരു ഡോക്ടറോട് മരിയ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന സമയത്ത് പുറത്ത് മതിലിൽ ഒരുപാട് രക്തത്തിന്റെ പാടുകളും അതുപോലെ തന്നെ നഖം കൊണ്ട് മാന്തിയതുപോലെയുള്ള പാടുകൾ ഈ മതിലിൽ കണ്ടു. എന്താ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? എന്നാൽ ഇതിനുള്ള വ്യക്തമായ ഒരു മറുപടി ആ ഒരു ഡോക്ടർ കൊടുക്കുന്നില്ല. അയാളുടെ പണി കഴിഞ്ഞപ്പോൾ അയാൾ അവിടുന്ന് തിരിച്ചു പോകണം. ഇതേ നേരം തന്നെ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മരിയക്കും സ്റ്റെഫിക്കും താമസിക്കാനായിട്ട് റൂം ശരിയാക്കിയിട്ടുണ്ട്, വാന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അത് ഈ കൂട്ടത്തിലെ ലീഡറിന്റെ തന്നെ വീടായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ എത്തിയ സമയത്ത് അവർക്കായിട്ട് ഒരു മുറി കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ചില ഫോട്ടോസും കാണുന്നുണ്ട്. പിന്നെ ഈ മുറി ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഈ ലീഡറിന്റെ മകന്റെ റൂമാണെന്ന് പറയാണ്. എന്നാൽ അവനിപ്പോ ജീവനോടെ ഇല്ല. അവൻ എന്തോ സംഭവിച്ചു, ആ റൂമിൽ തൽക്കാലം നിങ്ങൾ താമസിച്ചോ എന്ന് പറയണം. അതുപോലെ തന്നെ രണ്ടുപേർക്കും മാറാനായിട്ട് വസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട്. ആ വസ്ത്രം അത് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലീഡർ ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയുടെ വസ്ത്രങ്ങളാണ്. എന്നാൽ ആ ഭാര്യയും ഇപ്പൊ ജീവനോടെ ഇല്ല. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മരിയുടെയും സ്റ്റെഫിയുടെ ഉള്ളിൽ കൂടിക്കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭയം അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ വന്ന ആള് പറയണം, എന്തായാലും ഈ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് രാത്രിയിലെ ഡിന്നറിന് നിങ്ങൾ വരണമെന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പോയി. ഈ പറഞ്ഞതുപോലെ തന്നെ മരിയ സ്റ്റെഫി രണ്ടുപേരും കൊടുത്ത ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നേരെ ആ ഒരു പാർട്ടിയിലേക്ക് വരികയാണ്. നല്ലൊരു വിരുന്നും കാര്യങ്ങൾ തന്നെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം ഫാദർ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയാണ്, നമ്മുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുക, മറ്റെന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ മതിൽക്കെട്ടിന് അപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ടി വരും, അത് വലിയ ആപത്താകും. ഭക്ഷണത്തിന് നമ്മൾ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവുള്ളൂ. ഈ സമയത്താണ് നമ്മുടെ ഈ മരിയ സ്റ്റെഫി ഇവരെ രക്ഷപ്പെടുത്തിയ വേട്ടക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ ഈ ഒരു വേട്ടക്കാരന് തീരെ ഇഷ്ടമല്ല നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വഴക്കാളിയായിട്ടുള്ള ജെയിംസ് ഉണ്ടല്ലോ, ആ ജെയിംസിന്. അപ്പൊ ജെയിംസ് ഈ വേട്ടക്കാരനെ കണ്ട പാട് തന്നെ പറയാണ്, ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം ദാ ആ വരുന്നവനാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡിന് കുറച്ച് കഷ്ടപ്പാടാണ്. അതിനിടയിൽ ഒരാവശ്യമില്ലാതെ രണ്ടെണ്ണത്തിന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശരിക്കും അവനും ഒരു വേസ്റ്റ് ആണ്, അവനൊക്കെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയാണ്. വ്യക്തിപരമായ ദേഷ്യം കൊണ്ടാണ് ജെയിംസ് ഈ രീതിയിൽ ഈ വേട്ടക്കാരനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ വേട്ടക്കാരൻ അതങ്ങനെ നോക്കി നിൽക്കുന്നില്ല. ആൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആളാണ്. വന്നിട്ട് ഈ ജെയിംസിനെ തൂക്കിയെടുത്ത് ചുമരിൽ കുത്തി പിടിച്ചിട്ട് പറയണം, നിനക്ക് എന്താടാ, എന്നെ കാണുമ്പോൾ ഒരുമാതിരി ക്രിമികടി, ഇങ്ങോട്ടേക്ക് ഓവർ ചിലക്കാൻ വന്നാണ്ടല്ലോ അടിച്ച് നിന്റെ പാണ്ടം കലക്കെന്ന് പറയാണ്. ജെയിംസിനൊന്നും അനങ്ങാൻ വരെ പറ്റുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഇഷ്ടത്തിനാണ്. ഇവിടുന്ന് ഞാൻ എപ്പോ പോകണമെന്ന് അത് നീയല്ലടാ തീരുമാനിക്കേണ്ടത്, അത് ഞാനാണ്. മേലാൻ എനിക്കിട്ട് ചൊറിയാൻ വന്നാല് ഇതുപോലെ വാണിംഗ് ആയിരിക്കില്ല, ഞാൻ എടുത്തിട്ട് കുത്തുന്നു പറയാണ്. സോ വഴക്ക് ഈ രീതിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലീഡർ അങ്ങോട്ടേക്ക് വന്നിട്ട്, നിങ്ങൾ എന്തിനാ ഈ വഴക്ക് കൂടുന്നേ, തൽക്കാലം ഒന്ന് നിർത്തുന്നു പറയണം. ഇതെല്ലാം കണ്ട് ഭയന്ന് നിൽക്കുമായിരുന്നു നമ്മുടെ മരിയ സ്റ്റെഫി. എന്നാൽ ആ ഭയം ഒരു 100 ഇരട്ടി ആവുന്ന രീതിയിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ മൃഗത്തിന്റെ കരച്ചിലാണ്. അത് കേട്ടതോട് കൂടിയിട്ട് മരിയ സ്റ്റെഫി രണ്ടുപേരുടെയും കിളി അങ്ങോട്ട് പാറിപ്പോയി എന്ന് പറയാലോ, വിറച്ചുപോയി. അതുപോലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അലേർട്ട് ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഫാദർ മരിയ സ്റ്റെഫി രണ്ടുപേരെയും കൂട്ടിയിട്ട് അവരുടെ മുറിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരുപാട് ചെകുത്താന്മാരുണ്ട്, അതുകൊണ്ട് ഈ റൂമിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. ഒരു കാരണവശാലും നിങ്ങൾ പുറത്തേക്ക് വരാൻ പാടില്ല, നിങ്ങളുടെ ജീവന് വരെ അത് ആപത്തായേക്കും. ഇങ്ങനെ പറഞ്ഞ് ഫാദർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് രണ്ടുപേരും മുറിയുടെ പുറത്തേക്ക് ഇറങ്ങാതെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ സ്റ്റെഫി ഉറങ്ങി പോവാണ്. മരിയും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. എന്നാൽ എന്തോ ഒരു വല്ലാത്തൊരു സ്വപ്നം കണ്ട് മരിയ ചാടി
ചാടി എഴുന്നേൽക്കുകയാണ്. പേടിപ്പിക്കുന്ന ഒരു ദുസ്വപ്നം തന്നെയായിരുന്നു. ഇപ്പൊ വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്. അവള് വെള്ളം കുടിക്കാനായിട്ട് ആ മുറിയുടെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മുറിയുടെ പുറത്തേക്ക് പോകരുതെന്ന് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ദാഹം കാരണം മരിയ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ആവശ്യമുള്ള വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയുടെ ഉള്ളിൽ നിന്നും ചെറിയ എന്തോ ഒരു ശബ്ദം കേട്ടു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി മരിയ ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കിയ സമയത്ത് ദാണ്ടെ ആ റൂമിന്റെ അരികിലായിട്ട് ഒരു ചെറിയ പയ്യൻ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ കരയുന്നുണ്ട്. മോനെ എന്താ പറ്റിയത്? മോൻ എന്താ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നേ എന്ന് ചോദിച്ച് മരിയ അടുത്തേക്ക് ചെന്ന് അവനെ തൊട്ടതേ ഓർമ്മയുള്ളൂ. അവൻ ഒറ്റ തിരിയലാണ്. വികൃതമായ ഒരു രൂപം, വികൃതമായ ഒരു മുഖം. പെട്ടെന്ന് അവൻ മരിയയുടെ ദേഹത്തേക്ക് ചാടി വീട് അവൾക്കൊരു കടി കൊടുക്കുന്നുണ്ട്. മരിയ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുറിയിലേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ അവളുടെ ഷോൾഡറിലൊക്കെ ചെറുതായിട്ട് രക്തം കാണുന്നുണ്ട്. അതായത് അവൾക്ക് നന്നായിട്ട് കടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും റൂമിലേക്ക് വന്ന പാട് തന്നെ സ്റ്റെഫിയെ വിളിച്ചുണർത്തുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിൽക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്ത് മരിയ കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ രണ്ടുപേരും കൂടെ ആ ഒരു മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പതിയെ അത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് അവർ ജെയിംസ് വരികയാണ്. എനിക്കറിയാം രണ്ടെണ്ണം കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞങ്ങൾക്കിട്ട് പണിയും തന്നു പോകുമെന്ന്. അങ്ങനെ അങ്ങ് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും അടിച്ച് താഴിടുകയാണ്. ഒരാണിന്റെ മുന്നിൽ ഒരു സ്ത്രീക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ആ ഒരു ഫൈറ്റിന് മരിയ തയ്യാറാവണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മുട്ടി നോക്കാന്ന് ജെയിംസും പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം നിലത്ത് വീണ സ്റ്റെഫി അവന്റെ തന്നെ ഗണ്ണെടുത്ത് അവന്റെ തലയിലേക്ക് വെക്കുകയാണ്. മാറി നിൽക്ക്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ജെയിംസ് പറയാണ്, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ വാതിലും തുറന്നിട്ട് നമ്മൾ ആക്രമിക്കാൻ പോകുന്ന ആ ഒരു ചെകുത്താന്മാർക്ക് നമ്മളെ ഇട്ട് കൊടുക്കുകയാണല്ലേ നിങ്ങൾ. എന്നാൽ ആ പറയുന്ന അതേ നേരം തന്നെ ശക്തമായി വാതിൽ എന്തോ ഒന്ന് വന്ന് തട്ടുന്നുണ്ട്. അതേ നേരം തന്നെ ജെയിംസ് പോയിട്ട് അത് ഇറക്കി തള്ളി പിടിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആന അലറി വിളിക്കുന്നുണ്ട്. എല്ലാവരും ഓടി വാടാ, വാതിൽ തുറന്ന് അത് വന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കാനെ നിലവിളിക്കുകയാണ്. സോ ആ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പോൾ ആ വാതിൽ അവരെ തള്ളി പിടിക്കുകയാണ് ശക്തമായിട്ട് തന്നെ. എന്നാൽ പുറത്തുണ്ടായിരുന്ന ആ ഒരു ജീവി ഈ കൂട്ടത്തിൽ ഒരുത്തനെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. മൃഗീയമായിട്ടുള്ളൊരു കാഴ്ച. അത് കണ്ട് സ്റ്റെഫി അതുപോലെ തന്നെ മരിയ തരിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഫാദർ ഓടി വന്നിട്ട് പറയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അത് അപകടമാണെന്ന്. വാ, ഞാൻ നിങ്ങളെ സേഫ് ആയിട്ട് ഒരു റൂമിലാക്കി തരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി ഒരു റൂമിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫാദർ അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഫാദറിനും ഇവർക്കും അറിയാത്തൊരു കാര്യം അതിനുള്ളിലുണ്ടായിരുന്നു. ഒരു വെയർവോൾഫ്, അത് ചെറുതായിരുന്നു. അതിന്റെ കയ്യിൽ ഇവർ രണ്ടുപേരും പെട്ടുപോകണം. പക്ഷേ പിന്നീട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തൊട്ടപ്പുറത്തെ റൂമിലേക്ക് ഇവർ ചെന്ന് കയറുന്നുണ്ട്. എന്നാൽ ആ വാതിലും തകർത്തുകൊണ്ട് അതിനുള്ളിലേക്ക് ആ വെയർവോൾഫ് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ആയുധം, കോടാലി, ഇതെല്ലാം വെച്ച് അതിനെ പ്രതിരോധിക്കാൻ ഇവർ നോക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും പറ്റുന്നില്ല. ആ നേരത്താണ് അതിന്റെ നെറ്റിയിൽ ഒരു അമ്പ് വന്ന് തുളച്ച് കയറുന്നത്. നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ആ ഒരു വേട്ടക്കാരൻ തന്നെ. പിന്നീട് എങ്ങനെയൊക്കെ ആ ഒരു വാതിലും തല്ലി പൊളിച്ച് ഇവർ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ലീഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലീഡറിനോട് മരിയൻ സ്റ്റെഫിയും പരാതി പറയുന്നുണ്ട്, അവർ അതിനുള്ളിൽ പൂട്ടിയിട്ടത് ആ ഒരു പ്രീസ്റ്റ് ആണെന്ന്. എന്നാൽ ഇതേ നേരം തന്നെ പേടിച്ച് വിറച്ചുകൊണ്ട് കൂട്ടത്തിൽ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, മൃഗങ്ങൾ അവരുടെ ഉള്ളിൽ ഒരുപാട് വന്നു കഴിഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട പാടിന് ലീഡർ പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ തോക്കുകൾ തയ്യാറാക്കുക, നമുക്ക് അതിനെ പ്രതിരോധിക്കണം എന്നിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ മരിയ സ്റ്റെഫി അവരോട് ഈ ലീഡർ പറയുന്നുണ്ട്, നിങ്ങൾ വേഗം പോയിട്ട് ആ ഒരു മുറിയിൽ തന്നെ സേഫ് ആയിട്ട് നിൽക്കുക. ബാക്കിയുള്ള എല്ലാവരും പിന്നീട് ആ ഒരു ചെകുത്താന്മാര് എന്താണ് ആ ചെകുത്താൻ എന്ന് വ്യക്തമായിട്ട് അറിയില്ല, അവറ്റകളെ തടുക്കാൻ പോവാണ്. തൽക്കാലം മരിയ സ്റ്റെഫി രണ്ടുപേരുടെയും കൂടെ ആ ഒരു വേട്ടക്കാരനുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ വേട്ടക്കാരൻ ചെറിയൊരു സംശയത്തോട് കൂടിയിട്ട് ഇവരെ രണ്ടുപേരെയും നോക്കുകയാണ്. ഇനി ഇങ്ങാനും ആ ഒരു ചെന്നായുടെ കടി ഇവർക്ക് കൊണ്ടോ എന്നുള്ള ആ ഒരു സംശയം വേട്ടക്കാരനുണ്ട്. എന്തായാലും ഇപ്പൊ മരിയ സ്റ്റെഫി രണ്ടുപേരും റൂമിൽ പോയിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അതായത് മരിയ അവളുടെ ഡ്രസ്സിന്റെ ഒരു ഭാഗത്തൊക്കെ ബ്ലഡ് ആയിരുന്നു. എന്തായാലും അത് മാറ്റുന്ന സമയത്ത് ആ ബ്ലഡ് കണ്ട് സ്റ്റെഫി ആകെ ഞെട്ടിപ്പോയി, എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന അതേ നേരം തന്നെ അവളുടെ മൂക്കിൽ നിന്ന് കൂടെ രക്തം വരികയാണ്. എന്നാൽ മരിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് തുടച്ചു കളഞ്ഞ് തൽക്കാലം അവർ ആ ഒരു റൂമിൽ കയറി വിശ്രമിക്കുകയാണ്. ആ നേരത്ത് ഒരുപാട് ബുള്ളറ്റ് അത് ചീറിപ്പായുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ആ ഒരു ലീഡറും അയാളുടെ ആൾക്കാരും കൂടെ ചെകുത്താന്മാരെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ശബ്ദമാണ്. എന്തായാലും ഭയന്ന് വിറച്ചുകൊണ്ട് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പതിയെ പതിയെ രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ഉറക്കത്തിലേക്ക് വീഴുന്നുണ്ട്. പിന്നെ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് മരിയ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ അനിയത്തിയായിട്ടുള്ള സ്റ്റെഫിയെ കാണാനില്ല. അവളുടെ കൂടെ തന്നെ ഇന്നലെ രാത്രി അവളുടെ കൂടെ കിടന്നുറങ്ങിയതാണ്. പക്ഷേ അവളിപ്പോ എവിടെ പോയി? അനിയത്തിയും തേടിക്കൊണ്ട് ആ റൂമിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് പുറത്ത് തന്നെ ആ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. അയാളിപ്പോ വല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മരിയെ നോക്കുകയാണ്. പെട്ടെന്ന് അവളെ കടന്നു പിടിച്ച് അവളുടെ വസ്ത്രം മാറ്റുകയാണ്. എന്നാൽ അവളെ ഉപദ്രവിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും ആയിരുന്നില്ല. അവളുടെ ഷോൾഡറിൽ ബ്ലഡ് കണ്ട് അതെന്താണെന്ന് നോക്കാനായിരുന്നു. നോക്കുമ്പോൾ ഈ വേട്ടക്കാരൻ വിചാരിച്ചതുപോലെ തന്നെ വെയർവോൾഫിന്റെ കടി മരിയക്ക് കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ആരോടും പറയാതെ വേഗം തന്നെ വേട്ടക്കാരൻ അവിടെ നന്നായിട്ട് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ മരിയ അവനെ ചുംബിക്കുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കണ്ട് മരിയ വേഗം തന്നെ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് അവൾ കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അവളുടെ ആ ഒരു മുറിയിൽ നിന്നും ഒരുപാട് രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട മരിയ ആകെ ഞെട്ടിപ്പോയി. സ്റ്റെഫിയും ഈ ശബ്ദം കേട്ട് എഴുന്നേൽക്കുമ്പോൾ അവളും ആ ഒരു രക്തം കണ്ട് ആകെ ഞെട്ടിപ്പോണ്. വേഗം തന്നെ അത് ക്ലീൻ ചെയ്ത് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ജെയിംസും അവന്റെ ആളുകളും കൂടെ എന്തോ ഒരു വിചിത്രമായ സാധനം കാണുമ്പോൾ ഒരു മനുഷ്യനെ പോലെ തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ തലയുടെ ഭാഗം ഒരു മൃഗത്തിന്റേതുപോലെയാണ്. എന്തായാലും അതിനെ കൊന്ന് കെട്ടി വലിച്ചുകൊണ്ട് ജെയിംസും അവന്റെ ആളുകളും വരികയാണ്. അത് നമ്മുടെ മരിയൻ സ്റ്റെഫിയും കാണുമ്പോൾ
കാണുന്നുണ്ട് കേട്ടോ. വളരെ രൂക്ഷമായിട്ട് തന്നെ അവരെ ജെയിംസ് നോക്കുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് കൂടുതൽ വഴക്കുണ്ടാക്കാതെ മരിയും സ്റ്റെഫിയും കൂടെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം മരിയും സ്റ്റെഫിയും കാണുന്നുണ്ട്. അതായത് ഇവര് റൂമെല്ലാം കൊണ്ടുപോയി കാണിക്കാൻ സഹായിച്ച ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ ഡോക്ടറുടെ റൂമിൽ നിന്നും എന്തോ ഒരു ചെറിയ ചീവീട് പോലെ എന്തോ ഒരു സാധനം അതിനെ പിടിച്ചെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുപോലെ അവന്റെ വായിൽ രക്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. ഡോക്ടർ അപ്പൊ തന്നെ പറയുന്നുണ്ട് ആ ഒരു ചീവീട് പോലെ എന്തോ ഒരു സാധനം ഇല്ലേ, അത് അവന്റെ നെഞ്ചിലേക്ക് വെക്കാനായിട്ട്. കേട്ടപാടിന് ആ പയ്യൻ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവന്റെ ആ ഒരു രക്തം കുടിച്ചുകൊണ്ട് ആ ഒരു ചീവീട് വല്ലാതെ കിടന്ന് ഇളകുകയാണ്. അതുപോലെ അവനും നന്നായിട്ട് വയലന്റ് ആവുന്നുണ്ട്. അതായത് ഇന്നലെ ഒരു വെയർവോൾഫിന്റെ കടിയേറ്റ് അവനും ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണ്. അവനും അധികം വൈകാതെ ഒരു വെയർവോൾഫ് ആകും. അതുകൊണ്ട് അപ്പൊ തന്നെ അവിടെ വെച്ച് അവന്റെ തലയിലേക്ക് ഡോക്ടർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തല പൊട്ടിച്ചെതിരി അവൻ അപ്പൊ തന്നെ മരിച്ചു പോവാണ്. ഇത് കണ്ട് മരിയ സ്റ്റെഫി രണ്ടുപേരുടെയും അവസ്ഥ എന്തായിരിക്കും? ഡോക്ടറുടെ അരിയിലേക്ക് എന്ത് ചെയ്യാനാണ് ഇവർ വന്നത്? അതായത് വെയർവോൾഫിന്റെ കടിയേറ്റു, അതിൽ മരുന്ന് വെക്കാനാണ്. എന്നാൽ ഈ കാര്യം ഇപ്പൊ ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ എന്തായാലും മരിയെ വെടിവെച്ച് കൊന്നുകളയും. അതുകൊണ്ട് രണ്ടുപേരും ഒന്നും പറയാതെ പേടിച്ച് വിറച്ച് അവിടുന്ന് തിരിച്ചു വരികയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മരിയ നന്നായിട്ട് ടയേർഡ് ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവർ കൊന്നിട്ട് ആ ഒരു വിചിത്രമായ മൃഗം ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഡോക്ടർ ചെല്ലുകയാണ്. എന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയാണ്, ഈ ഒരു മൃഗം അതിനെവിടെ കണ്ടാലും നിങ്ങൾ വെടിവെച്ച് കൊന്നുകളഞ്ഞോ, കാരണം ഇത് കടിക്കുന്ന ഓരോ മനുഷ്യരും അധികം വൈകാതെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഇതുപോലെ തന്നെയുള്ള ഒരു മൃഗമായിട്ട് മാറും. അതുകൊണ്ട് എവിടെ കണ്ടാലും ഒന്നും ആലോചിക്കരുത്, വെടിവെച്ച് കൊന്നു കളയണം എന്ന് പറയണം. എന്നാൽ അതിന്റെ ആ ഒരു കടിയേറ്റ മരിയ അവളെ കൂടുതൽ അവശയായിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് സ്റ്റെഫി റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ പിന്നീട് റൂമിലെത്തിയപ്പോൾ മരിയ ഇന്നലെ രാത്രി റൂമിൽ വെച്ച് നടന്ന ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടു. ഞാൻ ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അതൊരു ചെറിയ പയ്യനായിരുന്നു. എനിക്ക് നല്ല സംശയമുണ്ട്, ലീഡറുടെ മകൻ മരിച്ചുപോയി എന്ന് പറയുന്നില്ലേ, ചിലപ്പോൾ ആ മകൻ തന്നെ ആയിരിക്കും അത്. എന്തായാലും ഒരു മനുഷ്യക്കുഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അവന്റെ അരികിലേക്ക് പോയി. പെട്ടെന്ന് അവൻ എന്റെ നേരെ ചാടി വീണു. ഒരു വല്ലാത്ത രൂപമായിരുന്നു അവന്റെ മുഖത്തിന്. അവനാണ് എന്നെ കടിച്ചത്. അപ്പൊ അവനെ പോലെ തന്നെ ഞാനും ഒരു വെയർവോൾഫായി മാറുമെന്ന് പേടിയോട് കൂടിയിട്ട് മരിയ അങ്ങനെ പറയുന്നുണ്ട്. സ്വന്തം ചേച്ചി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് സ്റ്റെഫിക്കും അറിയില്ലായിരുന്നു. ഇതിനുശേഷം ആ ലീഡറെ കാണിക്കുകയാണ്. എന്തായാലും സ്റ്റെഫിയുടെയും മരിയയുടെയും സംശയം പോലെ തന്നെ ആ ഒരു കുട്ടി അത് ഈ ലീഡറുടെ മകൻ തന്നെയാണ്. അവൻ ആ റൂമിൽ ഈ ലീഡർ പൂട്ടി വെച്ചതാണ്. എന്തായാലും അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ ആ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അപ്പൊ തന്നെ ചില സംശയങ്ങൾ ഈ ലീഡറിന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ മരിയെ കാണിക്കുകയാണ്. അവളിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഗേറ്റ് കീപ്പറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് പുറത്തെ മൃഗങ്ങൾ കടിക്കുമ്പോൾ കടിയേറ്റ ആൾക്കാർ ഒരു വെയർവോൾഫ് ആയിട്ട് മാറും. അങ്ങനെ വെയർവോൾഫായി മാറുന്ന ആൾക്കാർ ഇവിടെയുള്ള ആരെങ്കിലും കടിച്ചാൽ അവരും ഇതുപോലെയാകും. എന്നാൽ കടിയേറ്റ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട്. അവരെ കടിച്ച ഒരു വെയർവോൾഫ് ഉണ്ടല്ലോ അതിനെ വരുന്ന വെളുത്ത വാവ്, അതായത് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ആ ഒരു സമയം ആകുമ്പോഴേക്കും കൊന്നുകളഞ്ഞാൽ കടിയേറ്റ ആൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് നല്ലൊരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണെന്ന് മരിയയ്ക്ക് മനസ്സിലായി. എന്തായാലും ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുകയാണ്. അതായത് ആ ഒരു ഡീമൻസിന്റെ കടിയേറ്റ് പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അവരിങ്ങനെ പുറത്തു വെച്ചാൽ ശരിയാവില്ല. സോ എല്ലാവരെയും മറവ് ചെയ്യാണ്. അവർക്ക് വേണ്ട പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിനുള്ളിൽ താമസിക്കുന്ന ഓരോ ആൾക്കാരും ഓരോ നിമിഷവും ഭയന്നാണ് ജീവിക്കുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇതിനുശേഷം വീണ്ടും മരിയെ കാണിക്കുകയാണ്. അതായത് ഓരോ സമയം അങ്ങനെ മുന്നോട്ടേക്ക് പോകും തോറും അവളുടെ ക്ഷീണം വല്ലാണ്ട് കൂടി വരികയാണ്. അങ്ങനെ അവൾ മയങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ആ ഒരു ലീഡർ ഉണ്ടല്ലോ അയാളുടെ മകൻ ജെഫ്രി, അവൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. എന്നാൽ അതൊരു തോന്നലല്ല. അവൾ വേഗം പേടിച്ച് ചാടി എഴുന്നേറ്റ് അവനോട് ചോദിക്കുകയാണ്, നീയല്ലേ എന്നെ കടിച്ചതെന്ന്. അവനിപ്പോ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ്. എന്നാൽ ഇപ്പൊ നടന്ന കാര്യം അതൊരു തോന്നലായിരുന്നോ സത്യമാണോ എന്ന് മരിയയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ ആകെ കൺഫ്യൂഷനിലായിരിക്കാണ് ഇപ്പൊ പുറത്ത് നോക്കുകയാണെങ്കിൽ മരിച്ച ചില ആൾക്കാരെ കുഴിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർഗം അവരുടെ ശരീരം കൂട്ടിയിട്ട് കത്തിക്കലാണ്. ചില ശരീരങ്ങളൊക്കെ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടല്ലോ, ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അറ്റാക്ക് ചെയ്യാൻ വന്ന ചില മൃഗങ്ങളെ ഇവർ കൊന്നിട്ടില്ലേ അതിന്റെ ആ ഒരു തല വെട്ടിയെടുത്ത് പുറത്തെ ആ ഒരു ഗേറ്റിൽ ഒരു കമ്പിൽ കുത്തി വെക്കുകയാണ്. അതായത് ആ ഒരു മൃഗങ്ങൾ വരുമ്പോൾ ഇത് കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസവും കഴിയാണ്. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. വെളുത്തവാവാണെന്ന് തോന്നുന്നു. നല്ല നിലാവുണ്ട്. ആകാശത്ത് വ്യക്തമായിട്ട് തന്നെ ചന്ദ്രനെ കാണാനുണ്ട്. അതായത് ഈ രാത്രിയിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു പ്രതീതി അവിടെ കാണുന്നുണ്ട്. അതായത് ഈ വെളുത്തവാവിന്റെ ദിവസം അല്ലെങ്കിൽ നല്ല നിലാവ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വെയർവോൾഫിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതേ നേരം തന്നെ നമ്മുടെ സ്റ്റെഫി ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മരിയ വന്ന് നോക്കുന്നുണ്ട്. കാരണം മരിയ ഇങ്ങനെ ടയേർഡായി കിടക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോൾ മരിയയുടെ മുറിയിലേക്ക് നോക്കുമ്പോൾ മുറിയൊക്കെ ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്. എന്നാൽ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ചെറുതായിട്ട് രോമങ്ങൾ മുളയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് അവൾക്ക് ചെറിയൊരു പേടിയെല്ലാം തോന്നുന്നുണ്ട്. പിന്നീട് ചേച്ചിക്ക് വെള്ളം കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് അവൾ നേരെ കിച്ചണിലേക്ക് പോവാണ്. എന്നാൽ അവിടെ വെച്ച് ഇപ്പോൾ സ്റ്റെഫി ഒരാൾ വിളിക്കുന്നുണ്ട്. മറ്റാരുമല്ല ആ ലീഡർ തന്നെ. അയാൾ പറയാണ്, നിന്റെ ചേച്ചിയാണല്ലേ എന്റെ മകന്റെ റൂം തുറന്നത്. സ്റ്റെഫിക്ക് അറിയാം ഈ ലീഡർ പറയുന്നത് സത്യമാണ്. മരി തന്നെയാണ് അയാളുടെ മകന്റെ റൂം തുറന്നതെന്ന്. എന്നാൽ അയാൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പകരം അയാളുടെ കയ്യിൽ ഒരു മാല ഉണ്ടായിരുന്നു. അതായത് അന്ന് ആ ഒരു മന്ത്രവാദി കൊടുത്ത ആ ഒരു രക്ഷയുണ്ടല്ലോ ആ ഒരു മാല ഇപ്പൊ സ്റ്റെഫിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ വീണ്ടും മരിയെ കാണിക്കുമ്പോൾ അവൾക്ക് വീണ്ടും എന്തോ ഒരു തോന്നല്. ആ ഒരു മയക്കത്തിൽ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ ആ ഒരു കട്ടില് തന്നെ ആ ചെറുക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒച്ച വെച്ച് ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇരുട്ടത്ത് ആ ഒരു പയ്യൻ ഓടി മറിയാണ് കേട്ടോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മരിയുടെ
കരച്ചിൽ കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സ്റ്റെഫി വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, പൂർണ്ണമായ നിലാവുള്ള ദിവസമാണ്. ഈ രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പൊ ആ ഒരു ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ടല്ലോ, അതിലൊരാളെ കാണിക്കുകയാണ് കാവലിനായിട്ട്. അയാൾ അതിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അയാൾക്ക് പേടിയാവുന്നുണ്ട്, കാരണം ഇന്ന് പൂർണ്ണ നിലാവുള്ള സമയമാണ്, എന്ത് വേണമെങ്കിലും ഇന്ന് സംഭവിക്കാം. എന്തായാലും ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവിടുത്തെ ആ ഒരു ചെറിയ കിളിവാതിൽ തുറന്ന സമയത്ത് എന്തോ ഒന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ്. നിലം പൊത്തി ആ ഒരു മനുഷ്യൻ വീഴുന്നുണ്ട് കേട്ടോ. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാത്തത് കൊണ്ട് ചില ആൾക്കാർ തേടി വരുന്നുണ്ട്. കൂട്ടത്തിൽ ജെയിംസും ഉണ്ട്. ജെയിംസ് വന്ന് നോക്കുമ്പോൾ ആ ആള് മരിച്ചു കിടക്കുകയാണ്. അവിടെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ചുവന്ന നിറത്തിലുള്ള നീളമുള്ള മുടി കിട്ടി. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ജെയിംസിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് ഇയാളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക മരിയായിരിക്കും, കാരണം അവൾക്കാണല്ലോ ഇതുപോലെയുള്ള മുടിയുള്ളത്. പെട്ടെന്ന് തന്നെ ജെയിംസ് അവൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് ആളുകളെയും കൂട്ടി നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മരിയെ വേഗം തന്നെ അവരവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഈ ജെയിംസ് അവിടെ നിന്നിട്ട് സ്റ്റെഫിയെ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അവന് ഭയങ്കര ദേഷ്യമാണ് ആദ്യം മുതലേ ഈ മരിയോടും അതുപോലെ തന്നെ സ്റ്റെഫിയോടും. അധികം വൈകാതെ നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കും. നിങ്ങൾ രണ്ടെണ്ണം ഇതിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ഇനി അത് വെച്ചുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സ്റ്റെഫി ഇവനിങ്ങനെ ഉപദ്രവിക്കുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ കാണുന്നുണ്ട്. ഇവൻ വേഗം പോയിട്ട് ഈ കാര്യം ലീഡറോട് പറയണം. ലീഡർ അധികം വൈകാതെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് സ്റ്റെഫിയെ വിടാൻ പറയണം. എന്നാൽ ആദ്യമൊന്നും ജെയിംസ് ഈ ലീഡർ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ ഗണ്ണെടുത്ത് അവനെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ പോവാൻ നേരത്ത് ജെയിംസ് ഭയങ്കര വാശിയിലും ദേഷ്യത്തിലും പറയുന്നുണ്ട്, നോക്കിക്കോ, ഈ വറ്റകൾ കാരണമായിരിക്കും നമ്മളെല്ലാവരും തീരാൻ പോകുന്നത്. പക്ഷേ ഇത് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പോവാണ്. ഇതേ നേരം തന്നെ സ്റ്റെഫി കരഞ്ഞുകൊണ്ട് ആ ഒരു ലീഡറോട് പറയുന്നുണ്ട്, എന്റെ ചേച്ചി അവരെ കൊണ്ടുപോയി ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് ആ ഡോക്ടറുടെ റൂമിലേക്കാണ്. അവിടെ ആ ഒരു ഡോക്ടറും വേറെ ചില ആൾക്കാരും ചേർന്ന് എന്തോ ചില കാര്യങ്ങൾ, എന്തോ പരീക്ഷണങ്ങൾ ഈ മരിയുടെ ദേഹത്ത് ചെയ്യാൻ പോവായിരുന്നു. ലീഡർ അങ്ങോട്ടേക്ക് വന്നിട്ട് അത് ചെയ്യരുതെന്ന് ഡോക്ടർ വാൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോക്ടർ അത് കേട്ടില്ല കേട്ടോ. പെട്ടെന്ന് നോക്കിയില്ല. അപ്പൊ തന്നെ ആ ഒരു ഡോക്ടറെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലീഡർ എല്ലാവരും ഭീഷണിപ്പെടുത്താണ്. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി, അല്ലാത്തവര് പൊയ്ക്കോന്ന് പറയണം. അതുപോലെ തന്നെ മേലാൽ ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടി നിങ്ങൾ കാണിച്ചാൽ കാണിക്കുന്നവരെ ഞാൻ തട്ടുന്നു പറയണം. എന്തായാലും ഒരുപാട് അവശയായിരുന്ന മരിയും കൂട്ടി സ്റ്റെഫി അവിടുന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയ ഒന്ന് ഓക്കെ ആവുന്നുണ്ട്. അപ്പൊ മരിയ തന്നെ സ്റ്റെഫിയോട് ഒരു കാര്യം പറയാണ്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമുണ്ട്. എന്നെ കടിച്ചത് ആ ലീഡറുടെ പയ്യനാണ്. അപ്പൊ എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താന്ന് വെച്ചാൽ, എന്നെ കടിച്ചത് അവനായതുകൊണ്ട് തന്നെ അടുത്ത വെളുത്തവാവുമ്പോഴേക്കും അവനെ കൊന്നു കളഞ്ഞാൽ ഞാൻ അവനെ പോലെ ഒരു വെയർവോൾഫ് ആവില്ല. നീ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കത്തി എടുത്തുകൊണ്ട് മരിയ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഒരു ഗൗണൊക്കെ ഇട്ടിട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ അവൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. അതായത് സ്റ്റെഫി ആ ഒരു ജെയിംസ് ഉപദ്രവിക്കുന്ന കാര്യം ഒരു ജോലിക്കാരൻ കണ്ട് അത് ലീഡറോട് പറഞ്ഞായിരുന്നല്ലോ. ആ ജോലിക്കാരനെ ഇപ്പൊ ജെയിംസും അവന്റെ ഒരാളും കൂടെ അടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോവാണ്. എങ്ങോട്ടേക്കാണെന്നല്ലേ, ഈ വലിയ മരം കൊണ്ടുണ്ടാക്കിയ മതിലിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ ഇവർക്ക് തുറക്കാൻ കഴിയും. അപ്പൊ അത് തുറന്ന് ഇയാളെ പുറത്തേക്ക് തള്ളിയിടുകയാണ്. അതായത് അവൻ ചത്തോട്ടെ എന്ന് തന്നെ കരുതിയിട്ട്. എന്തായാലും അവരുടെ കയ്യിൽ പെടാതെ മരിയ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ഈ സമയത്താണ് സെമിത്തേരിയിൽ ഒരു കല്ലറയുടെ അരികിൽ പോയിട്ടിരുന്ന് കരയുന്ന, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ കാണുന്നത്. അത് മറ്റാരുമല്ല, ആ ഒരു ലീഡറിന്റെ മകനായിട്ടുള്ള ജെഫ്രി തന്നെയാണ്. അവന്റെ അമ്മയുടെ കല്ലറയിൽ നിന്നാണ് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവന്റെ ഒരു വെയർവോൾഫായി മാറിയിട്ടുണ്ടെങ്കിലും ഒരു ഇച്ചിരി ബോധം അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അവന്റെ പിന്നാലെ ചെന്ന് അവനെ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണെങ്കിൽ മരിയയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പിറകിലൂടെ വന്ന് അവനെ പിടിച്ച് ആ ഒരു കത്തി എടുത്ത് അവനെ കുത്താൻ നോക്കുമ്പോൾ എന്തോ അവളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. എന്തോ ഒരു കാര്യം അവളെ തടുക്കുകയാണ് കേട്ടോ. കാരണം അതൊരു കുഞ്ഞാണ്. കൈകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് മരിയയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അവൾ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റ് കീപ്പർ ഈ കാര്യം കാണുകയാണ്. അതായത് ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ ഒരു ലീഡർ ഉണ്ടല്ലോ, ഇയാളുടെ മകൻ ഒരു വെയർവോൾഫായി മാറി എന്നുള്ള കാര്യം. മറ്റാരെയും കണ്ണിൽ പെടാതിരിക്കാനായിട്ടാണ് അവൻ ആ ഒരു റൂമിൽ വെച്ച് ഈ ലീഡർ പൂട്ടിയിരുന്നത്. എന്തായാലും ആ ഒരു വാതിൽ മരിയ തുറന്നതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് വന്നത്. എന്തായാലും അവനെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാവൽക്കാരൻ കാണുകയാണ്. വേഗം അവനിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ മരിയും വോൾഫായിട്ട് മാറിയ ആ ചെറുക്കനും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ സ്റ്റെഫി റൂമിൽ ഒറ്റയ്ക്കാണല്ലോ. അവളുടെ അടുത്തേക്ക് ആ ഒരു വേട്ടക്കാരൻ വന്നിട്ടുണ്ട്. അതായത് ഈ രാത്രിയിൽ എന്തൊക്കെയോ ചിലത് സംഭവിക്കാൻ പോവാണ്, അതിൽ അവൾ പെട്ടുപോകണ്ട, രക്ഷപ്പെടുത്താനായിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് വേട്ടക്കാരൻ വന്നത്. കാരണം എന്തോ വന്ന അന്ന് മുതൽ സ്റ്റെഫിയോട് ഇവനെന്തോ ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സേഫ് ആയിട്ട് തന്നെ ഇവിടെ തന്നെ ഇരിക്കണം, ഒരു കാരണവശാലും ഇന്ന് പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് ഈ വേട്ടക്കാരൻ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ജെയിംസും അവന്റെ ആളുകളും കൂടെ അവിടെ കറങ്ങി തിരിഞ്ഞു നടന്നിരുന്ന ഈ ലീഡറിന്റെ മകനുണ്ടല്ലോ, അവനെ പിടിക്കുകയാണ്. അവനൊരു വോൾഫായി മാറിയിട്ടുണ്ടല്ലോ. അവനെ പിടിച്ച ഒരു വലയിൽ കുടുക്കി വലിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. ഓൾറെഡി ഈ ജെയിംസിന് ലീഡറോട് നല്ല ദേഷ്യമുണ്ട്. അപ്പൊ അയാളുടെ മുന്നിലിട്ട് തന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ലീഡർ പുറത്തേക്ക് വന്നു. ആ മനുഷ്യന് ഈ കാര്യം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകനാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു രഹസ്യം ഇനി മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി ഒറ്റൊരു മാർഗ്ഗമുള്ളൂ, മകനെ കൊന്നുകളയാ. ഇപ്പൊ ലീഡർ അവന്റെ ആ ഒരു കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. കെട്ടഴിഞ്ഞ വാർഡ് തന്നെ അവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഒരു കിണറിന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ലീഡർ അവനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. ആ കിണറ്റിലേക്ക് അവൻ വീഴുന്നുണ്ട്. പക്ഷെ ആ ഒരു കുട്ടി ജെഫ്രി മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണെന്ന് അറിയില്ല, നമ്മുടെ മരിയ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. അവൾക്ക് ആ ഒരു കുട്ടി മരിച്ചത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഓടി വന്ന സ്റ്റെഫി അവളെ പിടിച്ചു വെച്ച്, ചേച്ചി നമ്മൾ അതിൽ ഇടപെടണ്ട, പ്രശ്നം ഇതോടെ തീർന്നില്ലേ, ചേച്ചിയെ കടിച്ചത് അവനല്ലേ, അവൻ മരിച്ചു കഴിഞ്ഞു,
ഇനി ചേച്ചി ഒരു വെയർവോൾഫ് ആവില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറയാണ്. എന്നാൽ എങ്ങനെ പുറത്തേക്ക് കടക്കണം എന്നുള്ള കാര്യം ഇപ്പൊ മരിയക്ക് അറിയാം. അതായത് ജെയിംസും അവന്റെ ആളുകളും കൂടെ ഒരുത്തിനെ പുറത്തേക്ക് എറിഞ്ഞില്ലേ, ആ വഴിയിലൂടെ തന്നെ ഇവര് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്, തൊട്ടടുത്തുള്ള മരങ്ങൾ വരെ വ്യക്തമായിട്ട് കാണുന്നില്ല, ഒരുമാതിരി ഒരു മഞ്ഞ് നിറഞ്ഞ അവസ്ഥ. അപ്പൊ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ രണ്ടുപേരും അതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു മരത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഒരാളെ കാണുകയാണ്. മുടി നീട്ടി വളർത്തിയ ഒരാള്. ആ ആള് മറ്റാരുമല്ല, ഈ സ്റ്റെഫിയെ രക്ഷപ്പെടുത്തിയ ആ ഒരു ജോലിക്കാരനുണ്ടല്ലോ, അയാൾ തന്നെയാണ്. അതിന്റെ പേരിലാണല്ലോ ജെയിംസ് ഇയാളെ പുറത്തേക്ക് എടുത്ത് എറിഞ്ഞത്. ഇപ്പൊ അയാൾ പറയാണ്, നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഇവിടെ തന്നെ ആ ഒരു വേട്ടക്കാരനുണ്ടല്ലോ, അവന്റെ ഒരു ഗുഹയുണ്ട്, തൽക്കാലം നമുക്ക് അവിടെ പോയിരിക്കാം. അങ്ങനെ 3 പേരും അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ടുള്ള മഞ്ഞാണ്, തൊട്ടടുത്ത് ഒരു മരം ഉണ്ടെങ്കിൽ അതിനെ വരെ കാണാൻ പറ്റാത്ത അത്രയും ശക്തമായിട്ടുള്ള മഞ്ഞ്. അതുകൊണ്ട് തന്നെ കൈ പിടിക്കാതെ നടന്നു പോയാൽ 1 മീറ്റർ അകലെ നിൽക്കുന്ന ആളെ വരെ കാണാൻ കഴിയുന്നില്ല. സോ അങ്ങനെ ആ ഒരു മഞ്ഞ് ഉണ്ടായത് കൊണ്ട് തന്നെ 3 പേരും 3 വഴിക്കായി പോവാണ്. എങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരു പിടുത്തവുമില്ല. അങ്ങനെ സ്റ്റെഫി ഇപ്പോ ചേച്ചിയെ കാണാതെ മരിയനെ വിളിച്ച് അങ്ങനെ നടക്കുമ്പോൾ കാലിൽ എന്തോന്ന് തടഞ്ഞ് അവള് താഴേക്ക് വീഴുകയാണ്. നോക്കുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുടി നീട്ടി വളർത്തിയ ആളുണ്ടല്ലോ, അവിടെ മരിച്ചു കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ മുഖത്ത് മുഴുവൻ ചോരയായിട്ട് മരിയും. അതായത് മരിയ തന്നെയാണ് ഈ ആളെ കടിച്ചു കൊന്നിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, ആ ശാപം ഇപ്പോഴും അവളുടെ ഉള്ളിലുണ്ട്. അവൾ അധികം വൈകാതെ വെയർവോൾഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മരിയ അയാളെ കടിച്ചു വന്നത്. എന്തായാലും ആ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് മരിയയ്ക്ക് സ്വബോധം വന്നത്. അവളാകെ പേടിച്ചു പോണ്, എനിക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും പിന്നീട് ആ ഒരു സ്ഥലം മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ ഈ ആള് പറഞ്ഞ ആ ഒരു ഗുഹ കാണുകയാണ്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് അവർ പോകുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കാട്ടിലേക്ക് ഇവർ ആദ്യം വന്ന സമയത്ത് കണ്ട ആ ഒരു മന്ത്രവാദിയെ ഇവർ കാണുകയാണ്. എന്തായാലും കുറച്ചു നേരത്തേക്ക് ഇവിടെ സേഫ് ആയിട്ടിരിക്കാം, കൂടെ ഈ ഒരു മന്ത്രവാദി ഉണ്ടല്ലോ. അതുപോലെ അധികം വൈകാതെ ആ ഒരു വേട്ടക്കാരനും ഇങ്ങോട്ടേക്ക് വരികയാണ്. കാരണം നമ്മുടെ സ്റ്റെഫിയും അതുപോലെ തന്നെ മരിയ രണ്ടുപേരും പുറത്തേക്ക് പോയി എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് വേട്ടക്കാരൻ ഇവരെ തേടി വന്നത്. വിചാരിച്ചതുപോലെ തന്നെ ഗുഹയുടെ ഉള്ളിൽ അവരുണ്ടായിരുന്നു. അപ്പൊ സ്റ്റെഫിയും മരിയും ചോദിക്കുന്നുണ്ട്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആ ഒരു മന്ത്രവാദി പറയാണ്, നിങ്ങളുടെ ഭാവി എന്താണോ അത് നിങ്ങളെ കൊണ്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് കാണാനുള്ള ചില വിദ്യകൾ എനിക്കറിയാം. അത് പറഞ്ഞ് എന്തൊക്കെയോ ചില മാന്ത്രിക കൂട്ടുകളൊക്കെ ഉണ്ടാക്കി ഒരു വെള്ളം അതുണ്ടാക്കി സ്റ്റെഫിക്ക് കൊടുക്കുകയാണ്. സ്റ്റെഫി ആ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ ബോധരഹിതയായിട്ട് വീഴാണ്. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ആരുമില്ലാത്ത കാടിന്റെ ഒറ്റപ്പെട്ട ഒരു ഭാഗം നിറയെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് അവൾ കാണാൻ പോകുന്നത് ഒരിക്കലും അവളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരുന്നു. കാരണം അവളുടെ കയ്യിൽ തന്നെ ഒരു കത്തിയുണ്ട്. പതിയെ ആ ഒരു കത്തി എടുത്തുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് പോവാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കാട്ടിലേക്ക് വന്ന സമയത്ത് ഒരു ടെന്റ് കണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു ടെന്റ്. ആ ടെന്റിനുള്ളിൽ കഴുത്തറക്കപ്പെട്ട് ജീവനില്ലാതെ കിടക്കുന്ന ആ മന്ത്രവാദിയെ കാണുക. അതുപോലെ തന്നെ അവളുടെ മുഖത്തും രക്തമായിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഭയന്ന സ്റ്റെഫി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ആ വലിയ മതിലുണ്ടല്ലോ, ആ മതിലിന്റെ ഗേറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു വലിയ മനുഷ്യച്ചെന്നായ, അതായത് വെയർവോൾഫ് കുടുങ്ങി കിടക്കുകയാണ് ഒരു ട്രാപ്പില്. അപ്പൊ കത്തിയുമായിട്ട് സ്റ്റെഫി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് സ്റ്റെഫിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടെ കുടുങ്ങി കിടക്കുന്ന ആ ഒരു ചെന്നായ അത് മറ്റാരുമല്ല, അവളുടെ ചേച്ചിയായിട്ടുള്ള മരിയായിരുന്നു എന്ന്. മരിയയുടെ തൊട്ടടുത്ത് തന്നെ വേട്ടക്കാരനുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കോടാലിയുണ്ട്. ആ കോടാലി വെച്ച് മരിയെ അവൻ വെട്ടാൻ നോക്കുമ്പോൾ കത്തിയുമായിട്ട് സ്റ്റെഫി ഓടിച്ചെന്ന് അവനെ കുത്തുകയാണ്. എന്നാൽ ആ ഒരു കുത്തു കൊണ്ടത് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ചേച്ചിയായിട്ടുള്ള മരിയയുടെ നെഞ്ചത്തേക്കായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് സഹിക്കാൻ പറ്റാണ്ട് സ്റ്റെഫി ചാടി എഴുന്നേൽക്കാണ്. അതായത് മന്ത്രവാദി കൊടുത്ത ആ ഒരു മാന്ത്രിക ജലം കുടിച്ച് അബോധാവസ്ഥയിൽ പോയ സമയത്ത് സ്റ്റെഫി കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് വരാനിരിക്കുന്ന ആ ഒരു ഭാവി തന്നെയാണ് അവൾ കണ്ടത്. അതായത് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സ്റ്റെഫി കാണുന്ന കാഴ്ച എന്താണോ അവൾ ആ ഒരു സ്വപ്നത്തിൽ കണ്ടത്, മന്ത്രവാദി അവരുടെ കഴുത്തെല്ലാം മുറിഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ മരിയ ഉണ്ടോ നോക്കുമ്പോൾ മരിയ അവിടെ ഇല്ല. എന്നാൽ വേട്ടക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ അയാളുടെ ആ ഒരു കൊട്ടയിലേക്ക് കുറെ അമ്പുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വേട്ടക്കാരൻ പറയുന്നത്, നിന്റെ ചേച്ചി ഒരു വെയർവോൾഫ് ആയി കഴിഞ്ഞു, അവളെ വേട്ടയാടുക അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല. നിനക്ക് കണ്ട കാര്യങ്ങൾ എന്താണോ അതുപോലെയല്ല എനിക്ക് കണ്ടത്. ഞാൻ കണ്ടത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്, ഞാനത് ചെയ്യുന്നു പറയണം. അങ്ങനെ ഇപ്പോ നമ്മുടെ ഈ ഒരു സ്റ്റെഫിയും കൂട്ടി വേട്ടക്കാരൻ നേരെ ആ ഒരു വലിയ മതിലുണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അതിനുള്ളിൽ ജെയിംസിന്റെ കയ്യിൽ ഇവളെ ഏൽപ്പിക്കുകയാണ്. കാരണം ഇതിനുള്ളിൽ സ്റ്റെഫിയെ വെച്ചാൽ എന്തായാലും അവളെ തേടി മരി അങ്ങോട്ടേക്ക് വരാതിരിക്കില്ലല്ലോ. എന്തായാലും അവളെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിടുകയാണ്. അതുപോലെ തന്നെ വേട്ടക്കാരൻ അമ്പും വില്ലും റെഡിയാക്കി കാത്തിരിക്കുകയാണ്. എപ്പോഴാണോ മരി വരുന്നത് അപ്പൊ തന്നെ അവളെ കൊല്ലാനായിട്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റെഫി ആകെ പെട്ടുകിടുകയാണ്. ഇപ്പോൾ അവൾ ആ ഒരു റൂമിലല്ലേ. ഇപ്പൊ അവളുടെ അരികിലേക്ക് ആ ഫാദർ വരുന്നുണ്ട്. ഫാദർ ഇപ്പോ അവളുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ ഇനിയുള്ള കാര്യം നീ എന്റെ ഭാര്യയായിരിക്കണം. ഇത് കേട്ട സമയത്ത് ദേഷ്യം വന്ന സ്റ്റെഫി തുപ്പിക്കൊണ്ട് പറയണ, നീയൊക്കെ മനുഷ്യനാണോടാ? മനുഷ്യനാണോ നീയൊക്കെ? നിനക്ക് എന്നെ വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് എന്റെ ശരീരം എടുത്തോ, അല്ലാതെ എന്റെ മനസ്സോട് കൂടിയിട്ട് നിനക്കത് കിട്ടാൻ പോകുന്നില്ല. എത്ര വലിയ പ്രശ്നത്തിലാണ് ഞാൻ വന്ന് പെട്ടുകിടക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ചേച്ചി എനിക്ക് നഷ്ടമായി. ആ സമയത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ഫാദറിനാകെ ദേഷ്യം വന്നു. ആഹാ, നിനക്ക് ഇത്രക്ക് അഹങ്കാരോ? കാണിച്ചു തരാം, നീ ഒരു മന്ത്രവാദിയാടി. മന്ത്രവാദികൾ എന്താ ചെയ്യാന്നറിയോ? ജീവനോടെ തന്നെ കത്തിക്കും ഞങ്ങൾ. ഇതും പറഞ്ഞ് സ്റ്റെഫിയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചൂളയിൽ നിന്നും ഒരു വിറക് കഷ്ണം എടുത്ത് അവളുടെ ദേഹത്ത് തീ വെക്കാൻ നോക്കുമ്പോൾ ഫാദർ ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ ഒരു അമ്പ് വന്ന് കയറുകയാണ്. നോക്കുമ്പോൾ ആരാ? നമ്മുടെ ആ ഒരു വേട്ടക്കാരൻ തന്നെ. ഇത്
ഇതേ നേരം തന്നെ ഗേറ്റിന്റെ ഭാഗം അതിപ്പോ തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണ്ടി? മരിയ. അവളൊരു വെയർവോൾഫ് ആയി കഴിഞ്ഞു. അവൾ വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ അവർ കാത്തിരുന്നത് പോലെ തന്നെ ആ വാതിൽ തുറന്നുകൊണ്ട് മരിയ ഇപ്പൊ വരികയാണ്. അങ്ങനെ അവൾ ഉള്ളിലേക്ക് വന്ന സമയത്ത് ജെയിംസ് അവളുടെ അരികിലേക്ക് പോകുന്നുണ്ട്. ഓ, അനിയത്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ എന്ന് ആദ്യം നിനക്കുള്ളത് തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് വളരെ ക്രൂരമായിട്ട് തന്നെ ജെയിംസ് മരിയെ മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരത്ത് തന്നെ ലീഡറെ കാണിക്കുകയാണ്. ഇയാളിപ്പോ നേരെ വന്നിരിക്കുന്നത് ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ അരികിലേക്കാണ്. ഇയാളുടെ കയ്യിൽ നമ്മുടെ വേട്ടക്കാരൻ ഒരു അമ്പ് വിട്ടായിരുന്നല്ലോ, അയാൾ നിലത്ത് വീണ് എടുക്കുകയാണ്. അതുപോലെ ഇയാൾ കെട്ടി വലിച്ചു കൊണ്ടുവന്ന നമ്മുടെ സ്റ്റെഫി ഉണ്ടല്ലോ, സ്റ്റെഫിയുടെ കെട്ടുകളും ഈ ലീഡർ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ നേരത്തെ ഈ ഒരു പ്രീസ്റ്റ് പറയുന്നുണ്ട് അവൾ വെറുതെ വിടാൻ നിൽക്കണ്ട, അതൊരു ദുർമന്ത്രവാദിയാണ്, അവളെ തീ വെച്ച് കൊല്ലുക എന്ന്. ഇത് കേട്ട സമയത്ത് ഈ ലീഡർ എന്താ ചെയ്തതെന്ന് അറിയോ? അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കൊണ്ടുണ്ടല്ലോ അതിനുള്ളിൽ നിന്ന് ഒരു വിറക് പുള്ളി എടുത്ത് ഇയാളുടെ നേർക്ക് പോവാണ്. മന്ത്രവാദി എന്നും പറഞ്ഞ് നീ ഒരുപാട് പേരെ തീ വെച്ച് കൊന്നിട്ടില്ലേ പച്ചയ്ക്ക്, ഇത്തവണ അതിന്റെ സുഖം എന്താണെന്ന് നീ അനുഭവിക്കടാന്ന് പറഞ്ഞിട്ട് ആ തീക്കൊള്ളി ഉണ്ടല്ലോ അവന്റെ ദേഹത്തേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ആ ഒരു പ്രീസ്റ്റിനെ പച്ചക്കിട്ട് ഇയാൾ കത്തിക്കുകയാണ്. ഇതേ നേരത്തെ തന്നെ ഗേറ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മരിയെ ജെയിംസ് ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ മരിയയ്ക്ക് അവളുടെ ആ ഒരു വെയർവോൾഫ് പവർ വരികയാണ്. കാരണം പൂർണ്ണമായ ആ ഒരു നിലാവ് വന്നു കഴിഞ്ഞു. ആ പവർ വന്നതും അവളുടെ നഖം വെച്ച് ഒരൊറ്റ കീറലാണ്. ഒറ്റ ഷോട്ട് മതിയായിരുന്നു ജെയിംസിന്റെ കാര്യത്തിൽ തീരുമാനമാവാന്. നിലംപൊത്തി വീഴുകയാണ്. അതുപോലെ തന്നെ മരിയ നേരെ ആ ഒരു വാതിലിന് അരികിലേക്ക് ചെന്നിട്ട് പൂർണ്ണമായിട്ടും അതവൾ തുറന്നു വെക്കുകയാണ്. അതോടുകൂടിയിട്ട് ഇത്രയും കാലം ഇതിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു വെയർവോൾഫുകൾ ഉണ്ടല്ലോ എല്ലാം കൂടി ഒരുമിച്ച് ഉള്ളിലേക്ക് വരികയാണ്. ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും 4 ഭാഗത്തേക്ക് ഓടുകയാണ്. പക്ഷെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു രക്ഷയില്ല. ഓരോ ആൾക്കാരെയായിട്ടും ആ ഒരു വെയർവോൾഫുകൾ വന്നിട്ട് വേട്ടയാടി കൊല്ലുകയാണ്. എന്നാൽ നമ്മുടെ വേട്ടക്കാരൻ അമ്പെയ്യുന്ന കാര്യത്തിൽ അർജുനനാണ്. വരുന്ന ഓരോ വെയർവോൾഫിന്റെ മണ്ടക്കിട്ടും ഇവൻ ഓരോ ഷോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവനെ കൊണ്ട് തടുക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു ഇതിന്റെ എണ്ണം. കാരണം ഡോറ് തുറന്നിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതെ ഇവറ്റകൾക്ക് സുഖമായിട്ട് ഉള്ളിലേക്ക് കയറി വരാം. ഇതിനിടയിൽ നമ്മുടെ ആ ഒരു ലീഡറിനെ കാണിക്കുകയാണ്. അതായത് നേരത്തെ സ്റ്റെഫിയുടെ ആ ഒരു കെട്ടുകൾ പൂർണ്ണമായിട്ട് മഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് മുഴുവനായിട്ട് ഒരു കത്തി വെച്ച് മുറിച്ചു കൊടുക്കുകയാണ്. അവളെ രക്ഷപ്പെടുത്തുകയാണ്. ഇതിനിടയിൽ ഒരു വെയർവോൾഫ് വന്ന് ഇയാളുടെ മുഖത്തിന് കടിക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഒരു ലീഡർ സ്റ്റെഫിയോട് പറയുന്നുണ്ട് രക്ഷപ്പെട്ട് പൊയ്ക്കേ ഇവിടെ നിൽക്കേ വേണ്ട. ഇതും പറഞ്ഞ് ഈ ലീഡർ അയാളുടെ വീട്ടിനുള്ളിലേക്ക് ചെന്നിട്ട് ചെറിയ ഒരു പെട്രോൾ ക്യാൻ ഉണ്ടായിരുന്നു അതെടുത്ത് അവിടെ മുഴുവനായിട്ട് മുഴിക്കുകയാണ്. പിന്നീട് അതിൽ തീ വെച്ചു. അദ്ദേഹത്തിന്റെ ചെയർ അവിടെ ഉണ്ടായിരുന്നു, അതിൽ പോയിരിക്കുകയാണ്. അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ മകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളും ഈ ഒരു മനുഷ്യൻ ആലോചിക്കുന്നുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ അത് ചെയ്യാണ്. സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുന്നുണ്ട്. കാരണം ഒരു വിചിത്ര ജീവിയെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് നല്ലത് ഇതുപോലെ പെട്ടെന്ന് മരിക്കുന്നതാണെന്ന് ആ മനുഷ്യൻ വിചാരിച്ചു കാണും. ഇതുപോലെ വേട്ടക്കാരനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എണ്ണത്തിൽ കൂടുതൽ വെയർവോൾഫുകൾ ഉണ്ടായതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിലൊരെണ്ണം വന്ന് ഇവനെ ആക്രമിക്കുന്നുണ്ട്. ആകെ പരിക്ക് പറ്റി അമ്പ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഈ വേട്ടക്കാരൻ. ഇതേ നേരം തന്നെ സ്റ്റെഫി ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ചെന്നായ്ക്കളാണ്. പല സ്ഥലത്തും തീ പിടിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് പോകണം ഒന്നും തിരിയുന്നില്ല. ആ നേരത്താണ് കടിയേറ്റ നമ്മുടെ വേട്ടക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ കയ്യിൽ ഈ വേട്ടക്കാരൻ ഒരു കത്തി കൊടുക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണെങ്കിൽ നീ നിന്റെ ചേച്ചിയെ കൊന്നുകളയണം, ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലാന്ന് പറയാണ്. ഇത് പറഞ്ഞ അവളുടെ കയ്യിൽ ആ കത്തി ഈ വേട്ടക്കാരൻ കൊടുക്കുന്നുണ്ട്. അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് മരിയ വരുന്നുണ്ട്. മരിയ പറയാണ് സ്റ്റെഫി ഞാൻ നിന്റെ ചേച്ചിയാണ്, ഇപ്പോഴും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാം, നമുക്കിടയിൽ മറ്റൊരാൾ വേണ്ട എന്ന് പറയാണ്. എളുപ്പത്തിൽ തന്നെ മരിയയ്ക്ക് സ്റ്റെഫിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. അതോടെ സ്റ്റെഫി എന്താ ചെയ്തതെന്നറിയോ? ഈ വേട്ടക്കാരൻ കൊടുത്ത കത്തി ഉപയോഗിച്ച് തന്നെ അയാളെ കുത്തിക്കൊല്ലുകയാണ് ജീവനോടെ. ഇപ്പൊ ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ ഒരാൾ പോലും ബാക്കിയില്ല. അങ്ങനെ വെയർവോൾഫായി മാറിക്കഴിഞ്ഞ മരിയ ഇപ്പോൾ സ്റ്റെഫിയും കൂട്ടി അതിന് പുറത്തേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടും ആ ഒരു കോട്ടയും അതിന്റെ ആ ഒരു വലിയ കെട്ടുമതികളും എല്ലാം കത്തി അമർന്ന് ഇല്ലാതാവുകയാണ്. ഇതിനുശേഷം മരിയയുടെ മടിയിൽ തന്നെ സാധാ ഒരു മനുഷ്യയായിട്ടുള്ള സ്റ്റെഫി കിടക്കുന്നുണ്ട്. അവളിങ്ങനെ വിചാരിക്കുകയാണ് ഒരു കാരണവശാലും എനിക്ക് എന്റെ ചേച്ചിയെ പിരിയാൻ കഴിയില്ല. അപ്പോ ഞാനും ചേച്ചിയെ പോലെ തന്നെ ആയ പോരെ. പക്ഷെ അതിന് ചേച്ചി എന്നെ കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ സ്വയമേ കയ്യിലൊരു മുറിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിയയുടെ ദേഹത്തുനിന്ന് രക്തം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ രക്തത്തിലേക്ക് ഇപ്പൊ സ്റ്റെഫി അവളുടെ കൈ വെച്ചു കൊടുക്കുകയാണ്. അതായത് സ്വന്തം ചേച്ചിയെ പോലെ തന്നെ അധികം വൈകാതെ സ്റ്റെഫിയും ഒരു വെയർവോൾഫായിട്ട് മാറാൻ പോവുകയാണ്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഈ 2 സഹോദരിമാരെ പിരിക്കാൻ കഴിയില്ല. അങ്ങനെ മരിയയുടെ മടിയിൽ കിടക്കുന്ന സ്റ്റെഫിയെ കാണിച്ചുകൊണ്ട് സിനിമ അവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ ഒരുപാട് വലിയ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ഒരു രസത്തിൽ അങ്ങനെ കണ്ടിരിക്കുക. രാത്രിയിൽ ഇങ്ങനെ വൈബുള്ള സിനിമകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. കഥയൊന്നും വേണ്ട, നമുക്കതിങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, എന്തായാലും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.